ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി വിഷു ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇതാണ് ഞാൻ ഒരുക്കിയ എൻ്റെ വിഷുക്കണി. നിങ്ങളെല്ലാവരും വീട്ടിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടാകും, പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാകും, വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എൻ്റെ വിഷുക്കോടി. അങ്ങനെ വിഷുക്കോടിയൊക്കെ ഇട്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയത് അമ്പലത്തിലേക്കാണ്. ആദ്യം നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. ഇവിടെ നല്ല ഭംഗിയായിട്ട് വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോ എടുത്തില്ല, അമ്പലത്തിനകത്തേക്ക് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല, അതുകൊണ്ടാണ്. പിന്നെ മഞ്ചാടി വാരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ മഞ്ചാടിയൊക്കെ വാരിയായിരുന്നു. ഈ മഞ്ചാടി ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ. അത് കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിലാണ് പോയത്. അവിടെ വലിയൊരു ആൽമരം ഉണ്ട്, അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആക്ച്വലി ഈ ദേവീക്ഷേത്രത്തിൽ നിന്ന് കൈനീട്ടം കിട്ടിയായിരുന്നേ, 1 രൂപ കൈനീട്ടം കിട്ടിയായിരുന്നു. അപ്പോൾ ഈ നട്ടപ്പുറച്ചയ്ക്ക് ഈ കൊടയും ചൂടി ഞാൻ പോകുന്നത് ഒരു സെൽഫ് എക്സ്പ്ലോറേഷനാണ് ഗൈസ്. ഇന്ന് എൻ്റെ ഒരു സെൽഫ് ഡേ ഔട്ടാണ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകുന്നൊരു ദിവസം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയിട്ടില്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് പോകുന്നത്. നല്ല വെയിലായതുകൊണ്ട് നടക്കണ്ട, ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോയിൽ കയറി. സോ ഈ പോകുന്നത് ഒരു സിനിമയ്ക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഒറ്റയ്ക്ക് ഞാൻ പോയിരിക്കുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. സോ ഇപ്രാവശ്യം ഒറ്റയ്ക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു. പക്ഷെ ഗായ്സ്, ദിസ് ഈസ് അമേസിങ്. ഞാൻ വാഴ 2 കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഇതിനകത്തുണ്ടല്ലേ. ആക്ച്വലി നമ്മൾ മാത്രം മതി എന്ന് തോന്നിപ്പോയി. ഇടയ്ക്കൊക്കെ നമ്മൾ സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്യണേ. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് പോകണേ. അത് ശരിക്കും അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ ഇനിയും ഇതുപോലെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാഴ 2 കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു, ആരും ഇല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം വിഷുവിൻ്റെ അന്നാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. യെസ്, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എംപ്രൈസിങ് ആയിരുന്നു. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും അവസാനമൊക്കെ എത്തിയപ്പോൾ ഞാൻ നല്ലോണം കരഞ്ഞു. ടിഷ്യൂയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു അടിപൊളി സിനിമ. I love the movie and waiting for Vara 3. Thank you.